നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ്. 76.04% മണ്ഡലത്തിലെ പോളിംഗ്. 4.61% വോട്ടിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പേറ്റുന്നു. കൂട്ടലും കിഴിക്കലും നടത്തി തങ്ങളുടെ വിജയപ്രതീക്ഷകളെ സജീവമാക്കി മുന്നണികൾ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇത്തവണ LDF തിരിച്ചുപിടിക്കുമെന്ന് MV ബാലകൃഷ്ണൻ. 70,000-ൽ കുറയാത്ത ഭൂരിപക്ഷം കിട്ടുമെന്നും MV ബാലകൃഷ്ണൻ. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും CPM വ്യാപകമായി കള്ളവോട്ടും ബൂത്ത് പിടുത്തവും നടത്തിയതായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എത്ര കള്ളവോട്ട് നടന്നാലും 1 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്നും ഉണ്ണിത്താൻ. പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. 1973 മുതലുള്ള പത്മജയുടെ ചരിത്രം താൻ വിളിച്ചു പറയുമെന്ന് ഉണ്ണിത്താൻ. കാഞ്ഞങ്ങാട് ബല്ലാക്കടപ്പുറത്ത് തട്ടുകട തീവെച്ച് നശിപ്പിച്ചു. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം മൂസക്കുട്ടിയുടെ തട്ടുകടയാണ് തീവെച്ച് നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ്. 76.04% മണ്ഡലത്തിലെ പോളിംഗ്. കഴിഞ്ഞ തവണ ഇത് 80.65% 4.61% വോട്ടിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ്. കഴിഞ്ഞ തവണ 80.65% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ 76.04% പോളിംഗ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. ആകെ 14 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 1334 പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരുന്നത്. 10 ലക്ഷത്തിലധികം പേർ ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 72% പുരുഷനും 77% സ്ത്രീയും 5 ട്രാൻസ്ജെൻഡേഴ്സുമാണുള്ളത്. മഞ്ചേശ്വരവും കാസർഗോഡും ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. പയ്യന്നൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തതും പയ്യന്നൂർ മണ്ഡലത്തിലാണ്. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം കാസർഗോഡ് മണ്ഡലത്തിലാണ്. ഏറ്റവും കൂടുതൽ പുരുഷ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതും പയ്യന്നൂർ മണ്ഡലത്തിലാണ്. അതേസമയം ഏറ്റവും കുറവ് സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തത് കാസർഗോഡ് മണ്ഡലത്തിലും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പേറ്റുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടലും കിഴിക്കലും നടത്തി തങ്ങളുടെ വിജയപ്രതീക്ഷകളെ സജീവമാക്കുകയാണ് മുന്നണികൾ. പോളിംഗ് കുറഞ്ഞത് അനുകൂലമാകുമോ അതല്ല വിനയാകുമോ എന്നതാണ് പ്രധാനമായും മുന്നണികൾ പരിശോധിക്കുന്നത്. വോട്ടിംഗ് കഴിഞ്ഞതോടെ ജയപരാജയങ്ങൾ വിലയിരുത്തുവാനുള്ള 38 ദിനങ്ങളാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഇനിയുള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ 76.04% വോട്ടാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഇത്തവണത്തെ വോട്ടിംഗ്. കഴിഞ്ഞ തവണ 80.65% പോളിംഗ് ശതമാനം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ വൈകിട്ട് 6 മണിക്ക് ശേഷവും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പകുതിയോളം ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. സാങ്കേതിക തകരാറും മറ്റും കാരണം പോളിംഗ് മന്ദഗതിയിലായതായിരുന്നു വോട്ടെടുപ്പ് നീളുവാൻ കാരണമായത്. വോട്ടെടുപ്പ് സമയം അവസാനിക്കുന്ന വൈകിട്ട് 6 മണി വരെ വരിയിൽ ഉണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകിയാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത്. ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് ഏറെ നേരം നീണ്ടുനിന്നു. ഇത്തവണ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും നെഞ്ചിടിപ്പേറ്റുന്നുണ്ട്. എന്നാലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും. വിജയത്തിന് തടയിടുന്ന വിഷയങ്ങളൊന്നും ഇക്കുറിയില്ലെന്നാണ് LDF കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. വോട്ടെണ്ണി തീരുമ്പോൾ ഭൂരിപക്ഷം LDF-നായിരിക്കുമെന്നും ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. എന്നാൽ വിജയ തുടർച്ചയുടെ തെളിവാണ് പോളിംഗിന്റെ സൂചനയെന്ന് UDF നേതാക്കൾ പറയുന്നു. മികച്ച വോട്ടിന്റെ ഗ്യാരണ്ടിയാണ് വോട്ടിംഗിൽ കണ്ടതെന്ന് NDA വൃത്തങ്ങളും പറയുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏത് മുന്നണിയെയാണ് ബാധിക്കുന്നതെന്ന കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ ആശങ്കയിലാണ്. ആരുടെ വോട്ടായിരിക്കും കുറവുണ്ടായിട്ടുണ്ടാകുക എന്നതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. പോളിംഗ് കുറഞ്ഞത് ആർക്ക് ഗുണകരമാകുമെന്ന് ജൂൺ 4-ന് അറിയാം.
അടിയൊഴുക്കുകൾ എങ്ങനെ എവിടേക്കായിരുന്നു എന്നതും വോട്ടെണ്ണൽ ദിനത്തിൽ കണ്ടറിയാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇത്തവണ LDF തിരിച്ചുപിടിക്കുമെന്ന് MV ബാലകൃഷ്ണൻ മാസ്റ്റർ. LDFന് വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും 70,000-ൽ കുറയാത്ത ഭൂരിപക്ഷം കിട്ടുമെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കള്ളവോട്ട് എന്നത് ഉണ്ണിത്താന്റെ ആരോപണം മാത്രമാണെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ വോട്ട് പൂർണ്ണമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം വേണ്ടത്ര UDFന്റെ ക്യാമ്പ് സജീവമായിരുന്നില്ല എന്ന് മാത്രമല്ല, UDFന്റെ ആളുകൾ വോട്ട് ചെയ്യാൻ പല സ്ഥലങ്ങളിലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ LDF ക്യാമ്പുകളിൽ കഴിഞ്ഞ കാലത്തുനിന്നൊക്കെ ഏറെ വ്യത്യസ്തമായി തന്നെ ഇത്തവണ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന അർത്ഥത്തിൽ തന്നെ ആദ്യന്തം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് പൂർണ്ണമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം. ജനങ്ങൾക്ക് തന്നെ അത് ബോധ്യമാണ്. ഒരു MP അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു MP ഇല്ലാത്തൊരു അനാഥത്വം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരില്ല. എന്തിനേറെ UDFന്റെ അനുയായികളിൽ പോലും ആ അമർഷവും രോഷവും പ്രകടമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും CPM വ്യാപകമായി കള്ളവോട്ടും ബൂത്ത് പിടുത്തവും നടത്തിയതായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എത്ര കള്ളവോട്ട് നടന്നാലും 1,00,000 വോട്ടിന് വിജയിക്കുമെന്നും ഉണ്ണിത്താൻ. പയ്യന്നൂരും കല്യാശ്ശേരിയിലും 10 മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത്. ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളവോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളവോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളവോട്ട് പയ്യന്നൂർ ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി എന്നല്ലേ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും അവരാവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളവോട്ടാണ്, ബൂത്ത് പിടിച്ചെടുക്കലാണ്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ബൂത്തിനകത്ത് പുറത്തുനിന്ന് ഗുണ്ടകൾ കയറി നമ്മുടെ ഏജന്റിനെ തല്ലി ഓടിച്ചിട്ട് അവിടെ ബൂത്ത് പിടിച്ചെടുത്ത് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പയ്യന്നൂർ വോട്ടിംഗ് ശതമാനം 80 കവിയാൻ കാരണം കള്ളവോട്ടാണ്. കള്ളവോട്ടാണെങ്കിലും വോട്ട് ചെയ്ത വോട്ടർമാരിലൊരു നല്ല ശതമാനം എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. കഴിഞ്ഞ തവണ 26,000-ഓളം വോട്ടിൻ്റെ കുറവായിരുന്നു എനിക്ക് പയ്യന്നൂരുണ്ടായിരുന്നത്. അത് ഇത്തവണ അതിനേക്കാൾ കുറയും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം 26,000 അവർക്ക് ഭൂരിപക്ഷം. അവരുടെ ഭൂരിപക്ഷം 26. എത്ര കള്ളവോട്ട് ചെയ്താലും ജനങ്ങളാകെ ഇളകി മറിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ പയ്യന്നൂരിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടുതലാണെങ്കിലും അവിടെ എനിക്ക് അനുകൂലമായി വോട്ട് കിട്ടും. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ പയ്യന്നൂരിൽ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകില്ല. കല്യാശ്ശേരിയിലും ഉണ്ടാകില്ല. കാര്യം കല്യാശ്ശേരിയിലും ഇത്തവണ വ്യാപകമായി ആക്രമണം നടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പോലും ആക്രമിക്കാൻ തയ്യാറായത് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. പിന്നെ ഗുണ്ട വിളയാട്ടമായിരുന്നു. അവിടെ ഒരു അമ്പലത്തിൽ കേന്ദ്രീകരിച്ച് നമ്മൾ പോലീസിനെ മുഴുവൻ വിളിച്ചു പറയും, പോലീസ് വരും, നമ്മളെ ബോധ്യപ്പെടുത്താൻ ഒരു പ്രവർത്തനമൊക്കെ കാണിക്കും. മനസ്സിലായില്ലേ? എന്നെ കാർ ആക്രമിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവസാനം ഞാൻ തളിപ്പറമ്പ് DYSP വിളിച്ചു പറഞ്ഞ് DYSP വന്ന് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് എന്നെ അവിടുന്ന് ഒഴിവാക്കിയത്. അപ്പം വ്യാപകമായ അക്രമവും ബൂത്ത് പിടിക്കലും ബൂത്ത് ഏജന്റ്മാരെ തല്ലി ഓടിച്ചിട്ട് ബൂത്ത് ക്യാപ്ചർ ചെയ്തിട്ടാണ് പയ്യന്നൂരും കല്യാശ്ശേരിയിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചത്. പക്ഷേ സാധാരണക്കാരായ വോട്ടർമാർ എനിക്ക് അനുകൂലമായിട്ടാണ് പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. 1973 മുതലുള്ള പത്മജയുടെ ചരിത്രം താൻ വിളിച്ചു പറയും. രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയിൽ പോകുമെന്ന പത്മജയുടെ വിമർശനത്തിനായിരുന്നു പ്രതികരണം. പത്മരാജനല്ലോ ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല. എനിക്ക് ഒരു നല്ല പിതാവുണ്ട്. ആ പിതാവിനാണ് ഞാൻ ജനിച്ചത്. മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. അത് MP ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല. കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ, എന്നിട്ട് ഞാൻ ഒരിടത്തും പോയില്ലല്ലോ. ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ. മത്സരിക്കാൻ ഇവിടെ സീറ്റ് തന്നു, ഞാൻ ജയിച്ചു, MP ആയി. ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്.
ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പിന്നെ പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ. ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല, അങ്ങനെയുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ്. പിന്നെ എന്തിനാ ഞാൻ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ ED-യോടൊക്കെ ഒന്ന് പറയണം, ഇവരുടെയൊക്കെ പിന്നെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറയണം. കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ പത്മജയുടെ 80 വയസ്സുള്ള ആളുകൾ പത്മജയെ പത്മേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ വിളിച്ചെങ്കിൽ ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയും. അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ്. അപ്പോൾ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന അവരോട് പറഞ്ഞേക്കും. കാഞ്ഞങ്ങാട് ബല്ലാക്കടപ്പുറത്ത് CPM പ്രവർത്തകന്റെ തട്ടുകട തീവെച്ച് നശിപ്പിച്ചു. CPM ബല്ലാക്കടപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി അംഗം മൂസക്കുട്ടിയുടെ തട്ടുകടയാണ് തീവെച്ച് നശിപ്പിച്ചത്. മീന പീസ് കണ്ടത്തിൽ ഗവൺമെന്റ് LP സ്കൂളിലെ CPM ബൂത്ത് ഏജന്റായിരുന്ന മൂസാക്കുട്ടിയുടെ തട്ടുകടയാണ് തീവെച്ച് നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. തീയിട്ടതാണെന്ന് സംശയിക്കുന്നു. സംഭവത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമല്ല. വിവരമറിഞ്ഞ് ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ MP ആസാദിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 1:30 ശേഷമായിരുന്നു കട പൂട്ടിയത്. ജോലിക്ക് പോകുന്നവരാണ് പുലർച്ചെ കട കത്തുന്നത് കണ്ടത്. ഉടൻ തീയണച്ചതിനാൽ തൊട്ടടുത്ത കടയിലേക്ക് പടർന്നില്ല. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. വ്യക്തിവിരോധമാണോ രാഷ്ട്രീയ വിരോധമാണോ സംഭവത്തിന് പിന്നിലെ കാരണമെന്നാണ് അന്വേഷിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, LDF നേതാക്കൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. നേരത്തെ പറയത്തക്ക രാഷ്ട്രീയ സംഘർഷമൊന്നും തന്നെയില്ലായിരുന്നു. സമാധാനപരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർക്കാനും പ്രത്യേകിച്ച് ഇപ്പോൾ കടപ്പുറം മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ടൂറിസം രംഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മാറ്റങ്ങളുമുണ്ട്. അപ്പോൾ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർത്ത് ഇവിടെ ഒരു കലുഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപരമായിട്ടുള്ള നീക്കമാണ്. ഇതിന് ഇന്ന് പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെർക്കള സ്കൂളിൽ കള്ളവോട്ടിനെ ചൊല്ലി സംഘർഷം നടക്കുന്നത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തം. കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധ യോഗം ചേർന്നു. കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ചെർക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 111, 112, 113, 114, 115 നമ്പർ ബൂത്തുകളിലും ചെങ്കള ALP സ്കൂളിലെ 106, 107 നമ്പർ ബൂത്തുകളിലും കള്ളവോട്ട് നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുവാനെത്തിയ കൈരളി റിപ്പോർട്ടർ സിജു കണ്ണൻ, ക്യാമറാമാൻ ഷൈജു പിലാത്തറ, മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ സാരംഗ്, മാതൃഭൂമി റിപ്പോർട്ടർ പ്രദീപ് നാരായണൻ എന്നിവരെ ഒരു കൂട്ടം പേർ ആക്രമിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രപ്രവർത്തകർക്കുള്ള ID കാർഡ് ഉണ്ടായിട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി.
പുറത്തൊന്നുമില്ല. അല്ല ഞാനങ്ങണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ഈ അക്രമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഹാളിൽ യോഗം ചേർന്നു. കാസർഗോട്ടെ മാധ്യമപ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തെ യോഗം അപലപിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജില്ലാ കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് നാരായണൻ, അബ്ദുൽ റഹ്മാൻ ആലൂർ, സാരംഗ്, ഷാഫി തെരുവത്ത്, ടി.എ. ഷാഫി, സിജു കണ്ണൻ, സൈജു പിലാത്തറ തുടങ്ങി നിരവധി മാധ്യമപ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം തുമിനാട് 2-ാം വാർഡിൽ അംഗൻവാടി കുട്ടികൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണർ മലിനമായ നിലയിൽ. കിണർ മാലിന്യമുക്തമാക്കുവാൻ നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡായ തുമിനാട്ടിൽ അംഗൻവാടിക്ക് സമീപത്തെ കിണർ മാലിന്യങ്ങളാൽ നിറഞ്ഞ അവസ്ഥയിൽ. അംഗൻവാടി കുട്ടികളും പ്രദേശവാസികളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറാണ് മലിനമായ നിലയിലുള്ളത്. കിണറിലെ വെള്ളത്തിൽ മാലിന്യവും ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. പുഴുക്കൾ ഉൾപ്പെടെ കിണറിലുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച കിണറാണിപ്പോൾ പകർച്ചവ്യാധിയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കിണർ മാലിന്യമുക്തമാക്കുവാൻ നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് അവർ കിണർ അടുത്തുള്ള അംഗനവാടിക്കും അതേപോലെ അടുത്തുള്ള പ്രദേശവാസികൾക്കും ഉപകാരമാവുന്ന ഏക കിണറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കിണറിലിപ്പോൾ മാലിന്യങ്ങളെല്ലാം ഇതെല്ലാം ഉള്ളത് കൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് ക്ലീനാക്കി കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വെള്ളത്തിന് വേണമായിട്ട് കുടിവെള്ളത്തിന് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് വേണമായിട്ട് എന്ത് നടപടി സ്വീകരിച്ചതിന് പോലും ജനങ്ങൾക്കറിയില്ല. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് സോൾജേഴ്സ് ഓഫ് KL14 വെൽഫെയർ സൊസൈറ്റിയുടെ കുടുംബസംഗമം നടത്തി. ചെറുവത്തൂർ പൂമാല ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 600-ൽ പരം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സോൾജേഴ്സ് ഓഫ് KL14 വെൽഫെയർ സൊസൈറ്റി സൈനിക അർദ്ധസൈനിക രംഗത്ത് സേവനം ചെയ്യുന്നവരുടെയും വിരമിച്ചവരുടെയും പ്രധാന സംഘടനയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിവിധ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. സംഘടനയുടെ കുടുംബസംഗമം ചെറുവത്തൂർ പൂമാല ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് സ്വന്തം കുടുംബത്തെയും കുട്ടികളെയൊക്കെ കാണാൻ കഴിയാതെ കാശ്മീരിലോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡറുകളിലോ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ സമര ഭടന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ കാവൽക്കാരാണ്, ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് ഇവിടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ധീരന്മാർ രക്തസാക്ഷികളായി അല്ലേ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പരിഹരിച്ചു. അവരെ സ്മരിച്ചുകൊണ്ടാണ് ഈ പരിപാടികളെ ആരംഭിക്കുന്നത്. സൊസൈറ്റി പ്രസിഡന്റ് E. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ദ്രോണാചാര്യ അവാർഡ് ജേതാവും ദേശീയ കബഡി പരിശീലകനുമായ E. ഭാസ്കറിനെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി ജയൻ പൊന്നൻ,
ട്രഷറർ TV വത്സരാജി എന്നിവർ സംസാരിച്ചു. പഠന മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സുഭാഷ് അറുക്കരയുടെ നേതൃത്വത്തിൽ നാടൻ കലാമേളയും സൊസൈറ്റി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വളാന്തോട് മാച്ചിപ്പള്ളി ശ്രീ പൊറോന്തിക്കാവ് പുനഃപ്രതിഷ്ഠ തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. 9ാം നാടിനകത്ത് പെരുതടിയപ്പന്റെയും കള്ളാറപ്പന്റെയും തുളുർവനത്ത് കോവിലകത്തിന്റെയും അമരഭൂമിയിൽ പേരും പെരുമ കൊണ്ടും കാവുകളുടെ കാവ് എന്നറിയപ്പെടുന്ന വളാന്തോട് മാച്ചിപ്പള്ളി ശ്രീ പോരോന്തിക്കാവ് പുനഃപ്രതിഷ്ഠാ കർമ്മവും തെയ്യംകെട്ട് മഹോത്സവത്തിനും തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വളാന്തോട് മാച്ചിപ്പള്ളി പൊറോന്തിക്കാവിൻ്റെ പുനഃപ്രതിഷ്ഠയാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഗണപതി ഹോമത്തോടുകൂടി പരിപാടികൾ തുടങ്ങി. ഇന്ന് അതിൻ്റെ കലവറ കാപ്പിത്തോട്ടത്ത് നിന്നും ആരംഭിച്ച് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നൂറുകണക്കിന് അമ്മമാർ കലവറ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ഇവിടെ നാളെ നടക്കുന്ന തെയ്യം മഹോത്സവവും അതേപോലെ തന്നെ ഇന്ന് നടന്ന കലവറ ഘോഷയാത്രയും ഇന്നലെ നടന്ന ഗണപതി ഹോമത്തിലും അപാലവൃദ്ധം ഈ ഭാഗത്തുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ട്. കാപ്പിത്തോട്ടം ശ്രീ കുമ്പോട്ട് ചാമുണ്ഡി ദേവസ്ഥാനത്ത് നിന്നും പുറപ്പെട്ട കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. സമാപന ദിവസമായ ഞായറാഴ്ച പൊറോന്തി അമ്മയുടെ പുറപ്പാട്, ബീരൻ തെയ്യം, കരിഞ്ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്, ഗുളികൻ തെയ്യം, കാർന്നൂൻ തെയ്യം എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ്. 76.04% മണ്ഡലത്തിലെ പോളിംഗ്. 4.61% വോട്ടിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പേറ്റുന്നു. കൂട്ടലും കിഴിക്കലും നടത്തി തങ്ങളുടെ വിജയപ്രതീക്ഷകളെ സജീവമാക്കി മുന്നണികൾ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇത്തവണ LDF തിരിച്ചുപിടിക്കുമെന്ന് MV ബാലകൃഷ്ണൻ. 70,000-ൽ കുറയാത്ത ഭൂരിപക്ഷം കിട്ടുമെന്നും MV ബാലകൃഷ്ണൻ. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും CPM വ്യാപകമായി കള്ളവോട്ടും ബൂത്ത് പിടുത്തവും നടത്തിയതായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. എത്ര കള്ളവോട്ട് നടന്നാലും 1 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്നും ഉണ്ണിത്താൻ. പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. 1973 മുതലുള്ള പത്മജയുടെ ചരിത്രം താൻ വിളിച്ചു പറയുമെന്ന് ഉണ്ണിത്താൻ. കാഞ്ഞങ്ങാട് ബല്ലാക്കടപ്പുറത്ത് തട്ടുകട തീവെച്ച് നശിപ്പിച്ചു. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം മൂസക്കുട്ടിയുടെ തട്ടുകടയാണ് തീവെച്ച് നശിപ്പിച്ചത്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.